ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വർക്കാണ്. നമ്മൾ ഈ കാണുന്ന 1 ഇഞ്ച് പൈപ്പ്, 1 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫ്രെയിം ആക്കിയിട്ട് ഒരു കബോർഡ് നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇതിൻ്റെ ഫ്രെയിമുകളിലെല്ലാം വരുന്നത് 1:1 പൈപ്പും അതുപോലെ ഇതിൻ്റെ ഡോറുകൾ വരുന്നത് അലുമിനിയമാണ്. അതായത് നമ്മളൊരു കിച്ചണിൻ്റെ കബോർഡുകളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇരുമ്പിൻ്റെ പൈപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. നമുക്ക് കോസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും, കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബലം കുറച്ചും കൂടെ അലുമിനിയത്തിൽ മാത്രം ചെയ്യുന്നതിനേക്കാളും ബലവും കൂടുതൽ കിട്ടും. ഡോറുകളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പുറത്തുനിന്നുള്ള ഒരു ലുക്ക് ഫുള്ളായിട്ട് അലുമിനിയത്തിൽ ചെയ്ത പോലെയാണ് വരിക. നമ്മളതിൻ്റെ ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സംഭവം നമ്മുടെ ഷോപ്പിലെ തന്നെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാലൊരു കിച്ചണിൻ്റെ ഒരു രൂപത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രെയിം വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇതിന് 2 തട്ടുകളാണ് വരുന്നത്. തട്ടിൽ അടിഭാഗവും മുകളിലെ ഭാഗത്തും നമ്മുടെ തന്നെ സിങ്കിൻ്റെ ഷീറ്റ്, മറ്റേ GP വരുന്ന 8-4 ഷീറ്റ് വരുന്ന അത് കുറച്ച് കഷ്ണങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ല, പിന്നീട് നമുക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിന് PVC ഷീറ്റൊക്കെ തട്ടിനിട്ടിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ നമുക്ക് ഉള്ള വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. 1 ഇഞ്ചൊക്കെ ഫുൾ ലെങ്ത്ത് പൈപ്പ് തന്നെ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഫ്രെയിം വർക്ക് ആയിട്ടുണ്ട്. അതിന് അപ്പോക്സി പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊരു 2 ഇഞ്ച് ഉള്ളിലേക്കായിട്ടൊരു 3 ഇഞ്ച് ഹൈറ്റിലൊരു ഒരു പൈപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഏകദേശം മോഡുലാർ കിച്ചൺ വരുന്ന ആ ഒരു സെറ്റപ്പിലേക്കാണ് ഇത് ചെയ്യുന്നത്. ഈ സൈഡിൽ കാണുന്ന ഷീറ്റ് ചാരി വെച്ചിട്ട് കാണുന്നത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് കട്ട് ചെയ്ത് ജോയിൻ്റ് അടിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത് ഒരു 3 ഇഞ്ച് പൈപ്പാണ്, 3:1 പൈപ്പാണ്. അത് വെച്ചിട്ടൊരു അടിഭാഗത്തൊരു സ്കേർട്ടിങ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് കാണുന്ന സൈഡിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി വരുന്ന സൈഡിലേക്ക് നമുക്ക് നിലത്ത് കൊള്ളാൻ മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പൈപ്പ് അടിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ തന്നെ 2 വർക്കും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അലുമിനിയത്തിൻ്റെ വർക്കും ഇതും കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അല്ലാതെ ചെയ്യുന്നവർക്ക് 2 ആൾക്കാർ തന്നെ വേണ്ട വരും, അലുമിനിയം ചെയ്യാനും ഇരുമ്പ് ചെയ്യാനും. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി ഷോപ്പിൻ്റെ സൈഡിൽ നമ്മൾ സെറ്റാക്കാനുള്ള, ഇതുപോലെ നമുക്ക് കിച്ചണിലായാലും സെറ്റാക്കാം. നമ്മൾ ഷോപ്പിൻ്റെ സൈഡിൽ നമ്മൾ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലെ ബോർഡും 2 തട്ടിൽ നമ്മൾ സാധാ ഷീറ്റുമാണ് ഇടുന്നത്. നമുക്ക് അത് കിച്ചണിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ടോപ്പിലിടാൻ പറ്റും. അതുപോലെ തട്ടുകൾക്ക് വേണമെങ്കിൽ ഗ്രാനൈറ്റ് ഇടാം, അതല്ലെങ്കിൽ PVC ഷീറ്റ് തന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് അധികം കൊടുത്തിട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് കാര്യമായിട്ട് അങ്ങനെ എവിടെയും ഈ ഈ ഇരുമ്പ് കാണൂല. തട്ടുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജോയിൻ്റ് അടിച്ച ഷീറ്റാണ് ഫുള്ള്. അത് നമ്മുടെ ആവശ്യത്തിന് ടൂൾസൊക്കെ പൊറുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു മെറ്റൽ പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഫുള്ളൊന്ന് ബോഡി ഫിൽ ഇട്ടിട്ട് ഫുള്ളൊന്ന് ജോയിൻ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പിച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷീറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് വേസ്റ്റ് ഷീറ്റും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വരുന്ന ഫ്രണ്ട് വരുന്ന ഭാഗം, അതുപോലെ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ വി ബോർഡ് 18 mm തിക്നെസ്സുള്ള വി ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് സൈഡിൽ ചെയ്തതും കഷ്ണമൊക്കെ ബാക്കി ഉണ്ടായിരുന്ന വെച്ചിട്ട് ചെയ്തതാണ്. നമ്മളിത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അലുമിനിയം വർക്കിനും ഇൻറ്റീരിയൽ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ പരമാവധി ഇങ്ങനെ ഒതുക്കി വെക്കാനാണ്. ഇല്ലെങ്കിൽ നമ്മൾ പരക്കെ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് സാധനങ്ങൾ തപ്പിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് പരമാവധി ഒരു ഓർഡറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ ഒരു 1.5 സ്റ്റീലിൻ്റെ സെക്ഷൻ വെച്ചിട്ട് നമ്മളൊരു ഫ്രെയിം ആക്കിയിട്ടുണ്ട്. 4 ഡോറാണ് വരുന്നത്. 2 ഡോർ വെച്ചിട്ട് 4 ഡോറാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിന് വെച്ചിട്ട് ഡോറും കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡോർ വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡോറൊക്കെ സെറ്റാക്കി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, കിച്ചൺ ചെയ്യുന്ന പോലെ തന്നെ ഹാൻഡിൽ സെക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് PVC ഷീറ്റാണ്. PVC ഷീറ്റ്, UV ഷീറ്റൊക്കെ ഉണ്ട്. മുമ്പുണ്ടായിരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് വി ബോർഡ് വെച്ച ഭാഗത്തേക്ക് നമ്മൾ കഷ്ണം PVCയുടെ ഷീറ്റ് ഉണ്ടായിരുന്നു മുമ്പത്തെ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഫുൾ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഒറ്റ കളറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം തൽക്കാലം നമ്മുടെ അടുത്തുണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനത്തെ വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അധികം ആരും ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല, കാരണം നമ്മൾ ഇതുവരെ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ഫൈനൽ വരുന്ന ലുക്കാണിത്. ഇത് കളർ ഇഷ്ടംപോലെ കളറുകൾ ഷീറ്റുകളിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഏരിയ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണിത്. അതുകൊണ്ട് കളറും ബാക്കിയുള്ളതൊന്നും നിങ്ങൾ അഭിപ്രായം പറയരുത്, കാരണം ഇതിൻ്റെ കളറിൻ്റെ പ്രശ്നങ്ങളൊന്നും പറയരുത്. കാരണം നമ്മളിതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അല്ലാതെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒതുക്കിയിട്ടുണ്ട്. ടൂൾസുകളെല്ലാം ഒതുങ്ങി. മുകളിലൊക്കെ കഷ്ണം പീസാണ്, 3-4-5 പീസ് വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഉള്ളിലേക്ക് ഫുൾ കഷ്ണം വെച്ചിട്ട് നമ്മൾ സാധനമൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കിച്ചണൊക്കെ ഒരു കബോർഡ് പോലെ മാത്രമേ തോന്നുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഗ്യാപ്പ് വരുന്നത്.